സകല കാലത്തിനും മുമ്പേ നമുക്ക് നിത്യജീവന്റെ വാഗ്ദത്തം ചെയ്ത ഭോഷ്കില്ലാത്ത നമ്മുടെ ദൈവപിതാവിന് പുത്രൻ മൂലം സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ബഹുമാനവും എല്ലാം ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ആത്മനാഥനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ നമുക്ക് വീണ്ടും അനുഗ്രഹ കാരണമാകട്ടെ. ക്രിസ്തുവിൽ വളരുന്നതിന്, ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നതിന്, നാം ക്രിസ്താനുരൂപരായി രൂപാന്തരപ്പെടുന്നതിന് കാരണമാകട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവചന പഠനത്തിനായിട്ട് സമയത്തെ വേർതിരിക്കുന്ന, സമയത്തെ കണ്ടെത്തുന്ന നിങ്ങൾ ഏവർക്കുമായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, നിങ്ങളെയും ഒക്കെ അഭിനന്ദിക്കുന്നു. ഇതിന് ശേഷവും ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് പ്രത്യേകാൽ വന്ദനങ്ങളെയും കൃതജ്ഞതയെയും അറിയിക്കുന്നു. നമ്മൾ എബ്രായ ലേഖനം ഒന്ന് പുസ്തക പരിചയം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെയും ഇനിയാന്നും നാം അത് നടത്തി. ഇന്നലെ നാം ഏറ്റവും ഒടുവിലായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ വായനക്കാർ ആരാണ് എന്നുള്ളതായിരുന്നു. ദ റെസിപ്പിയൻസ് ഓർ ദ റീഡേഴ്സ്. ആർക്കു വേണ്ടിയാണ് അപ്പോസ്തലൻ ഇത് എഴുതിയത്, അല്ലെങ്കിൽ ഈ ലേഖനം കൈപ്പറ്റുന്നവരുടെ വിശേഷതകളെക്കുറിച്ചും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലിനിയും പഠിക്കാനുണ്ടെങ്കിലും നമ്മൾ ഇനിയും പുസ്തകത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ തെളിവായിട്ട് വരും. ഇന്ന് നമ്മൾ നോക്കുന്നത് എഴുതപ്പെട്ട കാലം. The time of writing. അതും കൃത്യമായി പറഞ്ഞാൽ അത്ര നിശ്ചയില്ല. എന്നാൽ നമുക്ക് അല്പമായിട്ട് ഉള്ളടക്കം നോക്കിയാൽ AD 70 മുമ്പാണെന്ന് മനസ്സിലാക്കാം. AD 70 മുമ്പ് എന്ന് പറയാൻ കാരണം AD 70 ടൈറ്റസ് വെസ്പേഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി, റോമൻ ചക്രവർത്തി ദേവാലയം നശിപ്പിച്ചത്. അപ്പോൾ ദേവാലയത്തിൻ്റെ നശീകരണത്തിന് മുമ്പാണ് ഈ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് അനുമാനിക്കത്തക്ക തെളിവുകൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കും. തീത്തോസ് കൈസർ എന്നാണ് പൊതുവെ നമ്മൾ അറിയുന്നത്. The Roman emperor destroyed Jerusalem temple in AD 70. He is often known as Titus Caesar, തീത്തോസ് കൈസർ. അദ്ദേഹത്തിൻ്റെ മൊത്തം പേര് ടൈറ്റസ് വെസ്പേഷ്യൻ എന്ന. അതുകൊണ്ട് ചില ചരിത്രരേഖകളിൽ തീത്തോസ് കൈസർ എന്ന് കാണത്തില്ല. ആ കാലഘട്ടത്തിൽ വെസ്പേഷ്യൻ എന്ന ചക്രവർത്തിയാണ് ഭരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ടൈറ്റസ് സീസർ. He was the general, army general, military general. Later he became emperor. അദ്ദേഹം പട്ടാള മേധാവിയായിരുന്നു. പിന്നീട് താൻ ചക്രവർത്തിയായിട്ട് മാറി. അപ്പോൾ AD 70 ഈ തീത്തോസ് കൈസർ അല്ലെങ്കിൽ ടൈറ്റസ് വെസ്പേഷ്യൻ ദേവാലയം നശിപ്പിക്കുന്നത്. അതിന് മുമ്പാണ് ഈ ലേഖനം എഴുതിയത് എന്ന് നമുക്ക്
കുറച്ച് സൂചനകൾ ഇതിനകത്ത് നിന്ന് തന്നെ ലഭിക്കും. അതുകൊണ്ട് പൊതുവെ പറയുന്നത് ബിറ്റ്വീൻ 64 and 69 AD. AD 64-നും 69-നും ഇടയിൽ ഉള്ള ഏതോ ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടതെന്ന്. ചിലർ 68, 69 എന്ന് ചിന്തിക്കുന്നുണ്ട്. കൃത്യമായ സമയം നമുക്ക് ഇതിനകത്ത് നിന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു രേഖ നമുക്കില്ല. ഏതായാലും ഈ ഒരു കാലഘട്ടത്തിനിടയിലാണെന്ന് നമുക്ക് അനുമാനിക്കാം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് the present tense used in multiple references. Present tense used in multiple references referring to the temple sacrificial systems and the priesthood, etc. ഈ പുസ്തകത്തില് ദേവാലയവും അവിടുത്തെ ആരാധനയും അവിടുത്തെ യാഗങ്ങളും ലേവ്യ പൗരോഹിത്യവും ഒക്കെയായുള്ള ബന്ധത്തിൽ വർത്തമാനകാല പ്രയോഗങ്ങൾ, ഇത് ദേവാലയം ഉണ്ടായിരുന്ന, ദേവാലയത്തിൽ അവരുടെ സാധാരണ ആരാധനകളൊക്കെ നടന്നു വന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതിയത് എന്ന് അനുമാനിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. കുറെ റെഫറൻസസ് ഉണ്ട്, 1-2 തെളിവിന് വേണ്ടി. അതിൻ്റെ 5-ാമത്തെ അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ, 5:1-4. എളുപ്പം. For every high priest chosen from among men is appointed to act on behalf of men in relation to God, to offer gifts and sacrifices for sins. He can deal gently with the ignorant and wayward, since he himself is beset with weakness. Because of this, he is obligated to offer sacrifice for his own sins, just as he does for those of the people. And no one takes his honor for himself, but only when called by God, just as Aaron was. കണ്ടോ, ഈ ഇവിടുത്തെ സൂചനകൾ വർത്തമാനകാല പ്രയോഗമാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന നിലയിലാണ് അപ്പോസ്തലൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അതുപോലെ രേഖപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചില റെഫറൻസുകൾ കൂടെ പറയാം. ഇനി വായിക്കേണ്ടതില്ല, ഇതുപോലെയുള്ള പ്രയോഗങ്ങളാണ്. ഇപ്പം നമ്മൾ കണ്ടത് 5-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളാണ്. Now 7:21, 23, 27, 28. 7-ാം അധ്യായത്തിൻ്റെ 21, 23, 27, 28 ഇവിടങ്ങളിലും നാം കാണുന്നത് വർത്തമാനകാല പ്രയോഗമാണ്. 8-ാം അധ്യായത്തിൻ്റെ 3, 4, 5, 13. Chapter 8 verses 3-5 and verse 13. Chapter 9, 6-9. 9-ാം അധ്യായം 6 തൊട്ട് 9 വരെ. പിന്നെ 13, 25. 9, 13 and 25. Chapter 10 verses 1, 3, 4, 8 and 11. Chapter 10
10-ാമത്തെ അധ്യായം 1, 3, 4, 8, 11 വാക്യങ്ങൾ. And finally, chapter 13, verses 10 and 11. 13-ാം അധ്യായം 10, 11 വാക്യങ്ങൾ. So all these present tenses used in these verses, okay, present tense used in these verses suggest that the temple system was still there while this epistle was being composed. ഈ ലേഖനം എഴുതപ്പെട്ട സമയത്ത് യെരുശലേം ദേവാലയവും അവിടുത്തെ ആരാധന രീതികളുമൊക്കെ അപ്പോഴും നിലനിന്നിരുന്നു എന്ന ഒരു സൂചനയാണ് ഈ പറയപ്പെട്ട വാക്യങ്ങളിലെ വർത്തമാനകാല പ്രയോഗം നമുക്ക് സൂചന നൽകുന്നത് അല്ലെങ്കിൽ അറിവ് തരുന്നത്. അതുകൊണ്ടാണ് ഇത് എഴുതപ്പെട്ടത് AD 70 മുമ്പായിരിക്കാനാണ് സാധ്യത എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി ആരെങ്കിലും അല്ല AD 70 ശേഷമാണെന്ന് പറഞ്ഞാലും നമുക്കൊരു കുഴപ്പവും ഇല്ല കേട്ടോ. സ്തോത്രം. ഇനി എഴുത്തുകാരൻ, ദ റൈറ്റർ ഓർ ദ ഓഥർ, നമ്മൾ ഇതിനോടകം പറഞ്ഞതുപോലെ ദ റൈറ്റർ ഓൾസോ ഈസ് അൺനോൺ. ആരാണ് ഇത് എഴുതിയതെന്ന് നമുക്ക് ഉറപ്പില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരുകൾ അഭിപ്രായങ്ങളായിട്ടുണ്ട്: പൗലോസ്, അപ്പല്ലോസ്, ബർന്നബാസ്. പൗലോസ് ആണെന്ന് പറയുന്നവരും അല്ലെ ചിന്തിക്കുന്നവരും അല്ല അപ്പല്ലോസ് ആകാം, അല്ല ബർന്നബാസ് ആകാം എന്ന് പറയുന്നവരുണ്ട്. ഇവരെ കൂടാതെ വേറെയും ചിലരുടെ പേരുകൾ പറയപ്പെടാറുണ്ട്. ശീലാസ് ആയിരിക്കും. ഈവൻ അക്യുലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും പേര് വരെ ചിലര് അഭിപ്രായപ്പെടുന്നുണ്ട്. അക്യുലാവോ പ്രിസ്കില്ലയോ, ഫിലിപ്പോസ്, ലൂക്കോസ്, കൂടാതെ ക്ലെമന്റ് ഓഫ് റോം എന്നിവരുടെ ഒക്കെ പേരുകൾ ഗ്രന്ഥകർത്തൃത്വത്തിൽ അഭിപ്രായങ്ങളായിട്ടുണ്ട്. ഓരോന്നിനും ഓരോരുത്തരും ഓരോ വാദങ്ങളും നിരത്തുന്നുണ്ട്. എന്നാൽ അവിടേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് 3-ാം നൂറ്റാണ്ടിലെ ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഒറിഗൻ, ORIGEN, ഒറിഗൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവ്, ഒരു തിയോളജിയൻ, ഈ ഗ്രന്ഥകർത്തൃത്വത്തെ, ഓഥർഷിപ്പിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമാണ് പ്രസ്താവ്യം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: Who it was that really wrote the epistle, God only knows. Who it was that really wrote this epistle, God only knows. ഈ ലേഖനം ആരാണ് എഴുതിയത് എന്ന് ആരുമാകട്ടെ അതാരാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. നമ്മളും അതുകൊണ്ട് ലേഖകൻ അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എന്നാൽ നമ്മൾ പൊതുവെ പൗലോസ് എന്ന് പറഞ്ഞൊരു ശീലമുള്ളത് കൊണ്ട് ചിലപ്പോൾ എൻ്റെയും വായിൽ അറിയാതെ പൗലോസ് എന്ന് വന്നു പോകും. ക്ഷമിച്ചാലും. പൗലോസാണെന്ന് 1-ാം നൂറ്റാണ്ട് മുതൽ ചിന്തിക്കുന്നുണ്ട്. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ചർച്ചസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പാശ്ചാത്യ സഭകളും പൗരസ്ത്യ സഭകളും.
പ്രത്യേകിച്ച് പിൽക്കാലത്ത് വന്നപ്പോൾ പാശ്ചാത്യ സഭ, വെസ്റ്റേൺ ചർച്ച് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയും, ഈസ്റ്റേൺ ചർച്ച് അല്ലെങ്കിൽ പൗരസ്ത്യ സഭ എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയും എന്നാണ് ഇപ്പോഴത്തെ വിവക്ഷ. Now people consider Western Church as the Catholic Church and the Eastern Church as the Orthodox churches. പക്ഷേ ആ തിരിവും പിരിവും ഒക്കെ വരുന്നത് 3-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. എന്നാൽ ആദ്യ നൂറ്റാണ്ട് മുതൽ തന്നെ ഈസ്റ്റേൺ ചർച്ചസ് എന്ന് അവകാശപ്പെടുന്നവർ ഇത് പൗലോസിന്റെ ലേഖനങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് ഫ്രം ദ വെരി ബിഗിനിങ്, ഫ്രം ദ വെരി ഫസ്റ്റ് സെഞ്ചുറി, a group of church leaders considered this epistle as Pauline. When they asserted this letter to Paul, they used to tell Paul's letters or the writings are 13 plus 1. 13 plus 1 Pauline epistles. പൗലോസിന്റെ ലേഖനങ്ങളെ കുറിച്ച് 1-ാം നൂറ്റാണ്ട് മുതലേ, ആദിമ നൂറ്റാണ്ടിലെ ദൈവസഭ മുതലേ പരിഗണിച്ചിരുന്ന ഒരു രീതിയായിരുന്നു 13+1 ലേഖനങ്ങൾ. 14 എന്ന് പറയാറില്ല, 13+1. ആ +1 എന്ന് പറയുന്നതാണ് എബ്രായ ലേഖനം. അത് പൗലോസ് എഴുതി എന്നാണ് ഏറ്റവും അധികം പേരും വിശ്വസിക്കുന്നത്. അതിന് ഒരു പ്രധാന കാരണം അവസാനത്തെ അധ്യായങ്ങളിൽ നാം തിമോത്തിയോസിന്റെ പേര് കാണുന്നുണ്ട്. അതുപോലെ ജയിലിൽ അടയ്ക്കപ്പെട്ടതിനെക്കുറിച്ച്, കാരാഗ്രഹവാസത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തിമോത്തിയോസുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന, സുവിശേഷ നിമിത്തം ജയിൽവാസമൊക്കെ അനുഭവിച്ച ഒരാളാണ് ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് ആ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അത് വെച്ചുകൊണ്ടാണ് ഇത് പൗലോസാണ് എഴുതിയതെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ എഴുത്തുകാരുടെ അഭിപ്രായത്തിൽ അപ്പൊല്ലോസ് അല്ലെങ്കിൽ പൗലോസ് എന്നാണ് വരുന്നത്. കാരണം പഴയ നിയമത്തിൽ അത്യഗാധമായ ജ്ഞാനമുള്ള ആരോ ആണ് ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് വ്യക്തമാണ്. പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും, കൽപ്പനകൾ, യാഗങ്ങൾ, അർപ്പണങ്ങൾ, പൗരോഹിത്യം, പിതാക്കന്മാർ തുടങ്ങിയുള്ള പഴയ നിയമ കാര്യങ്ങളെല്ലാം എടുത്ത് വളരെ വിശദമായിട്ട് പറയുകയും അത് ക്രിസ്തുവിൽ കൊണ്ടുവന്ന് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന കഴിവ്, പാണ്ഡിത്യം, പാടവം എന്നൊക്കെ നമുക്ക് വിളിക്കാം, ഈ എഴുത്തുകാരനിലൂടെ വെളിപ്പെടുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ഇത് പഴയ നിയമത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന ആരോ ആണ് എഴുതിയത്. അക്കൂട്ടത്തിൽ മുൻപന്തി നിൽക്കുന്ന 2 പേരാണ് പൗലോസും പിന്നെ അപ്പൊല്ലോസും, അതുപോലെ അക്വിലാവും പ്രിസ്കില്ലയും. നമുക്ക് അറിയാമല്ലോ, അപ്പൊല്ലോസ് യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുള്ളവനായിരുന്നുള്ളൂ. അത് വെച്ച് താൻ യേശുവിൻ്റെ വരവിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ച് ഇങ്ങനെ നടക്കുക. അങ്ങനെയാണ് അക്വിലാവും പ്രിസ്കില്ലയുമായിട്ട്, അല്ലെങ്കിൽ അക്വിലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും സഭയിൽ അപ്പൊല്ലോസ് വന്ന് പ്രസംഗിക്കുന്നത്. ഒടുവിൽ ഇവർ 2 പേരും കൂടെ അപ്പൊല്ലോസിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി, നമ്മുടെ ഭാഷ അങ്ങ് പറയുകയാണേ, ലഞ്ചൊക്കെ കൊടുത്ത് പറഞ്ഞു, പാസ്റ്ററെ ഒരല്പവും കൂടെ പാസ്റ്ററെ മനസ്സിലാക്കാനുണ്ട്, ഇന്ന് പറഞ്ഞു നിർത്തിയിട കൊണ്ട് തീരുന്നില്ല, ആ പറഞ്ഞ ആൾ വന്നു, അതൊക്കെ യേശുവിൽ നിറവേറി എന്ന്
തിരുവെഴുത്തുകൾ, അതായത് നമ്മുടെ പഴയ നിയമം വെച്ച് അപ്പൊല്ലോസിന് യേശുക്രിസ്തുവിനെ കുറിച്ച് പൊരുൾ തിരിച്ചു കൊടുത്തത് അക്വിലാവും പ്രിസ്കില്ലയുമാണ്. അപ്പം അപ്പൊല്ലോസിനെ പോലും ഉപദേശിച്ച് വിഷയത്തിൽ പ്രാവീണ്യമുള്ളവരാക്കാൻ അക്വില പ്രിസ്കില്ല ദമ്പതികൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് പഴയ നിയമത്തിൽ അവർക്ക് നല്ല അവഗാഹമുണ്ട്. യേശുക്രിസ്തുവിൽ പഴയ നിയമം എങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും എന്ന ഒരു ചിന്തയിലാണ് അക്വിലാവും പ്രിസ്കില്ലയും ആയിരിക്കാം ഇതിൻ്റെ എഴുത്തുകാരെന്ന് കരുതുന്നത്. ഇനി എന്തു ആകട്ടെ, ഏതായാലും പഴയ നിയമത്തിൽ ജ്ഞാനമുള്ളവരാണ് ഇത് എഴുതിയത് എന്ന് ന്യായമായി നമുക്ക് അനുമാനിക്കാം. സ്തോത്രം. അതിന് പൗലോസിനെയോ അക്വില പ്രിസ്കില്ലമാരെയോ ഒക്കെ പോലെ വലിയ ആഴത്തിലെ ജ്ഞാനമൊന്നും വേണമെന്നില്ല. കാരണം പരിശുദ്ധാത്മാവാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും ചെയ്യിപ്പിച്ചതും. അതുകൊണ്ട് ആരേ വേണമെങ്കിലും പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാമായിരുന്നു എന്ന കാരണത്താൽ ഇവരൊക്കെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇനി ആരും ആയിക്കൊള്ളട്ടെ, നമ്മളും ഇനിയും വിളിക്കുന്നത് എഴുത്തുകാരൻ, ഗ്രന്ഥകാരൻ, ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ എന്നൊക്കെ ആയിരിക്കും. ദ റൈറ്റർ ഓഫ് ദിസ് എപ്പിസിൽ, ഓഥർ ഓഫ് ദിസ് എപ്പിസിൽ എന്ന് നമ്മൾ വിളിക്കുന്നതായിരിക്കും ഉചിതം. ഇനിയല്ല ആരെങ്കിലും ഇത് പൗലോസാണെന്ന് തന്നെ അങ്ങ് പറയുന്നെങ്കിൽ നമുക്കൊരു വിരോധവുമില്ല, ഒരു പ്രയാസവുമില്ല. ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് നമ്മൾ കേട്ടുവരുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിലുണ്ടോ? ഒന്നും ഇല്ല. സ്തോത്രം. എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇതിലെ കീ വേർഡ് നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. താക്കോൽ പദം, താക്കോൽ പദം, അല്ലെങ്കിൽ ദ കീ തീം എന്ന് വേണമെങ്കിലും പറയാം. നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞതാണ്, ഒന്നും കൂടെ ആവർത്തിക്കുന്നു. സ്തോത്രം. സുപ്രീമസി ഓർ സുപ്പീരിയോറിറ്റി. സ്തോത്രം. പല പദങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതും നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. എന്നാൽ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് നിസ്തുലത അല്ലെങ്കിൽ ശ്രേഷ്ഠത, ഏറ്റവും നല്ലത് എന്നൊക്കെയുള്ളതാണ്. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ആ കാര്യം പറഞ്ഞിരുന്നു. സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ് ഓവർ ഓൾ the Old Testament characters. Supremacy of Jesus over even the angels. Also, supremacy of the Christian church over Judaism. But supremacy, നിസ്തുലത, ശ്രേഷ്ഠത, യേശുവിൻ്റെ ശ്രേഷ്ഠത, ദൂതന്മാരുൾപ്പെടെ പഴയ നിയമ വിശുദ്ധന്മാരുടെ ഒക്കെ മീതെ യേശുക്രിസ്തുവിൻ്റെ പ്രാധാന്യതയും ശ്രേഷ്ഠതയുമാണ് വ്യക്തമാക്കുന്നത്. യേശു ശ്രേഷ്ഠൻ, യേശുവിൻ്റെ മഹത്വം. ദൂതന്മാരും പഴയ നിയമ വിശുദ്ധന്മാരും അവരുടെ ഒക്കെ പട്ടിക നിരത്തിയിട്ട് പറയുകയാണ്, യേശു ഇവർ എല്ലാവരെയും കാൾ വലിയവൻ, ശ്രേഷ്ഠൻ, നിസ്തുലൻ, നിരുപമൻ. സ്തോത്രം.
അതുപോലെ തന്നെ യഹൂദ ആരാധനകളെക്കാൾ, യഹൂദ മതവ്യവസ്ഥയേക്കാൾ ശ്രേഷ്ഠമാണ് ക്രിസ്തീയ സഭ. The church is superior or supreme over Judaism. യഹൂദ മതത്തെക്കാൾ ശ്രേഷ്ഠമാണ്. പിന്നെ നമ്മൾ ശ്രേഷ്ഠതകളെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. Jesus' sacrifice on the cross is a supreme sacrifice or superior sacrifice even than the Old Testament sacrifices. പഴയ നിയമ യാഗങ്ങളെക്കാൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം ശ്രേഷ്ഠം. സ്തോത്രം. Jesus' priesthood is better than the Levitical priesthood. യേശുവിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠം. Jesus is a better or a superior high priest than the greatest high priest of Israel, Aaron. പഴയ നിയമത്തിലെ അല്ലെങ്കിൽ യഹൂദമതത്തിലെ ഏറ്റവും ഒന്നാമത്തെയും ഏറ്റവും വലിയവനുമായ മഹാപുരോഹിതനായ അഹരോനേക്കാൾ യേശു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. യേശു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. സ്തോത്രം. Jesus is better and superior than Moses, the very mediator of the Old Testament, or rather we can say the religious founder of Judaistic religion. യഹൂദ മതത്തിന്റെ സ്ഥാപകനെന്ന്, യഹൂദ മതത്തിന്റെ മീഡിയേറ്റർ, മധ്യസ്ഥനെന്ന് അവർ കരുതുന്ന പഴയ നിയമത്തിലെ ഏറ്റവും വലിയ വ്യക്തിയാണ് മോശ. ആ മോശയേക്കാൾ യേശു വലിയവൻ. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, Moses was just a servant in the house of God, whereas Jesus was the master of that house. Moses was just a servant, but Jesus was the master. മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നു. സ്തോത്രം. മോശ ദൈവത്തിന്റെ ഭവനത്തിൽ ശുശ്രൂഷകനായിരുന്നു. എന്നാൽ യേശുവോ ആ ഭവനത്തിന്റെ ഉടമസ്ഥനാണ്. കണ്ട വ്യത്യാസം? superiority of Jesus. സ്തോത്രം. യേശു he is superior to the prophets. പ്രവാചകന്മാരെക്കാൾ യേശു ശ്രേഷ്ഠൻ. ഹൗ? 1-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ കണ്ടതാണത്. ഹൗ? എങ്ങനെ? പ്രവാചകന്മാർക്ക് ഭാഗമായും വിവിധമായും മാത്രമേ ദൈവിക
വെളിപ്പാടുകൾ ലഭിച്ചിരുന്നുള്ളൂ. The prophets had partial revelations of God. Partial and eventual, gradual revelation. പ്രവാചകന്മാർക്ക് ഭാഗമായും വിവിധമായും അല്പാൽപമായും പുരോഗമനപരമായും മാത്രമാണ് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ കിട്ടിയത്. എന്നാൽ യേശുവോ, ജീസസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആൻഡ് ഫുള്ളസ്റ്റ് റെവലേഷൻ ഓഫ് ഗാഡ്. ലാസ്റ്റ്, ഫൈനൽ ആൻഡ് ഫുള്ളസ്റ്റ് റെവലേഷൻ ഓഫ് ഗാഡ്. യേശുവോ ദൈവത്തിൻ്റെ അവസാനത്തെ അന്തിമവും പരമവുമായ വെളിപ്പാടാണ്. സ്തോത്രം. പ്രവാചകന്മാർക്കാർക്കും അത് അവകാശപ്പെടാൻ കഴിയില്ല. സ്തോത്രം. പുത്രൻ പിതാവായ ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. Again, it says Christ is superior even to the angels of heaven. സ്വർഗത്തിലെ വിശുദ്ധ ദൂതന്മാരെക്കാളും യേശു ശ്രേഷ്ഠൻ. ഹൗ? എങ്ങനെ? It is ordered, it is ordained that even the holy angels should worship him when Christ will be manifested next time. 1:6 വാക്യത്തിലാണ് വായിക്കുന്നത്. ഒത്തിരി നേരം ആയല്ലോ, ഞാൻ തന്നെ പറയുന്നു. ഒന്ന് വായിച്ചോടെ. 1:6. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. സ്തോത്രം. ഈ ശ്രേഷ്ഠതകൾ നമ്മൾ വീണ്ടും അകത്തേക്ക് വന്നിട്ട് ഒന്നും കൂടെ പഠിക്കും കേട്ടോ. അന്നേരം കുറെ കൂടെ വിശദീകരിക്കാം. എങ്ങനെയാണ് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നത്? ദൂതന്മാരുടെ ആരാധ്യനാണ് ക്രിസ്തു. ആദ്യജാതനെ അല്ലേ? ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്, സകല ദൂതന്മാരും അവനെ കുമ്പിടണം, നമസ്കരിക്കണം, തൻ്റെ മുമ്പിൽ വണങ്ങണം, ആരാധിക്കണം. ഇപ്പൊ ക്രിസ്തു ആരാധ്യൻ, ദൂതന്മാർ ആരാധകർ. കണ്ടോ വ്യത്യാസം, ശ്രേഷ്ഠത. സ്തോത്രം. ശ്രേഷ്ഠത. Praise God. Of course, it's a future event. സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും. സ്വർലോകരുടെയും, പൗലോസ് പറയുന്നല്ലോ, പഴയ നിയമത്തിലും പ്രവചനമുണ്ട്. പൗലോസ് അത് റോമാലേഖനത്തിലും ഫിലിപ്പ് ലേഖനത്തിലും ഒക്കെ എടുത്തു പറയുന്നു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും യേശുവിന്റെ മുമ്പിൽ മടങ്ങും. The heavenly beings, earthly beings, and all those who are beneath the earth, all should bow before him. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ മടങ്ങാത്ത ഒരു മുട്ടുമില്ല.
ഇന്ന് ചീത്തയൊക്കെ വിളിക്കും, ഇന്ന് ബൈബിളൊക്കെ വലിച്ചു കയറും, ബൈബിളിലൊക്കെ ആൾക്കാർ തുപ്പും, യേശുവിനെ ചീത്ത വിളിക്കും, യേശു ആരാണെന്നൊക്കെ ചോദിക്കും. ഞാൻ യേശുവിൻ്റെ അപ്പനാണെന്നൊക്കെ ചില ആൾ ദൈവങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന ചില ആൾ ദൈവങ്ങൾ യേശുക്രിസ്തുവിനെ പരിഹസിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മരിച്ചുപോയ ചില ആൾ ദൈവങ്ങൾ ചില വെസ്റ്റേൺ കൺട്രീസിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ചെന്നിട്ട് അവര് പ്രസംഗിക്കുന്ന ദൈവങ്ങളുമൊക്കെ യേശുക്രിസ്തുവിനേക്കാൾ വലിയവനും യേശുക്രിസ്തുവിന്റെ അപ്പനുമാണെന്നൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ ഒരു ദിവസം വരുന്നു, സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും. എല്ലാ നാവും പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയും. എന്ത് ഏറ്റുപറയും? യേശു യേശുക്രിസ്തു കർത്താവ്. ഒന്നും കൂടെ പറഞ്ഞാൽ യേശു മാത്രം കർത്താവെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ശ്രേഷ്ഠതകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. അങ്ങനെ സുപ്പീരിയർ അല്ലെങ്കിൽ സുപ്രീം, എ ബെറ്റർ എന്നൊക്കെ ഉള്ളതാണ് ഇവിടുത്തെ താക്കോൽ പദം, കീ വേർഡ്. നാം അതാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. സ്തോത്രം. ഈ പുസ്തകത്തിലെ താക്കോൽ പദം, കീ വേർഡ് അതാണ്. അതുപോലെ ഈ പുസ്തകത്തിലെ കീ വേഴ്സസ്, പലരും പല വാക്യങ്ങളാണ് പറയുന്നത്. കീ വേഴ്സസ്, താക്കോൽ വാക്യങ്ങൾ, 4-ാം അധ്യായം 14 തൊട്ട് 16 വരെ, 4:14 to 16, ഓൾസോ 12:1 and 2, 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പല പുസ്തകങ്ങളിലും പല എഴുത്തുകാരും പല വാക്യങ്ങളാകാം ഒരുപക്ഷെ പറയുന്നത്. പ്രധാനപ്പെട്ട വാക്യങ്ങൾ. ഇനി ഇതിൽ ഏത് നോക്കിയാലും പ്രധാനമാണല്ലോ. ഈ താക്കോൽ വാക്യം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ആ പുസ്തകത്തിന്റെ മുഴുവൻ സന്ദേശത്തെയും ഉൾക്കൊള്ളുന്ന വാക്യങ്ങളെന്ന. നമ്മുടെ മിക്കവാറുമൊക്കെ ഞായറാഴ്ചത്തെ സഭായോഗത്തിലെ ഒരു അർത്ഥം മനസ്സിലാക്കാതെയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനങ്ങളെ ദാനമായി തരണേ. നമ്മൾ അർത്ഥം അത്ര കണ്ടും ഗ്രഹിക്കാതെ അങ്ങ് സ്റ്റീരിയോ ടൈപ്പായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നതാ. ഇന്ന് നല്ല സങ്കീർത്തനങ്ങളെ ദാനമായിട്ട് തരണേ. ഏതാ നല്ലതല്ലാത്തത്? സ്തോത്രം. ചില സഭകളിൽ, പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പോഴൊക്കെ മിക്ക ഇടങ്ങളിലും സീരീസ് വൈസായിട്ട് അല്ലെങ്കിൽ സീരിയൽ വൈസായിട്ട് അങ്ങ് വായിച്ചു പോകുക. 1, 2, 3 എന്ന ക്രമത്തിൽ അങ്ങ് വായിച്ചു പോവുകയാണ് സങ്കീർത്തനങ്ങൾ. ഇന്ന് പല പാസ്റ്റേഴ്സും അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനങ്ങളെ, നല്ല പാട്ടുകൾ. ഓക്കെ, നല്ല പാട്ടെന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്ത പാട്ടുകൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അത് നമുക്ക് അങ്ങ് അംഗീകരിക്കാം. നല്ലതല്ലാത്ത പാട്ടുകളുണ്ട്. എന്നാലും കർത്താവെ, നല്ല വചനങ്ങളെ തരണേ. അപ്പൊ ഈ നല്ല എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ഈ പ്രാർത്ഥിക്കുന്നവരോട് തന്നെ ഒന്ന് ചോദിച്ചാൽ അവര് ഉത്തരം മുട്ടിപ്പോ.
സ്തോത്രം. അപ്പം ആ അർത്ഥത്തിൽ താക്കോൽ വാക്യം എന്ന് ചിന്തിക്കുകയല്ല, ആ പുസ്തകത്തിലെ സന്ദേശത്തെ ആവോളം ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ എന്നാണ് നാം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. അത് ഓരോരുത്തർക്കും പലതായിട്ട് തോന്നിയേക്കാം. അങ്ങനെ അവരെ പലരും പല രീതികളിൽ പല വാക്യങ്ങൾ പറഞ്ഞിരിക്കും. ആയിക്കൊള്ളട്ടെ. ഇനി നമ്മൾ ഈ പറയുന്നതൊന്നും എടുക്കണമെന്നില്ല. നമ്മൾ തന്നെ മൊത്തം വായിച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്ന ഒരു വാക്യത്തെ, ഒന്നിലധികം വാക്യങ്ങളെയോ താക്കോൽ വാക്യം, കീ വേഴ്സ് എന്നോ കീ വേഴ്സസ് എന്നോ നമുക്ക് കണക്കാക്കാം, പ്രശ്നമില്ല. ദ കീ ചാപ്റ്റർ, അത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം. ഓഫ് കോഴ്സ്, ചാപ്റ്റർ 11. 11ാമത്തെ അധ്യായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ കാരണവുമൊക്കെ നമുക്ക് അറിയാമല്ലോ. സ്തോത്രം. പിന്നെ നമുക്ക് ഓരോ ലേഖനങ്ങളും പഠിക്കുമ്പോൾ പഠിക്കാനായിട്ടുള്ള ഒരു ഘടകമാണ് ക്രൈസ്റ്റ് ഇൻ ദിസ് ബുക്ക്. ക്രൈസ്റ്റ് ഇൻ ദിസ് ബുക്ക്. ഈ പുസ്തകത്തിൽ യേശുവിനെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അത് എടുത്ത് ഞാൻ പറയുന്നില്ല. നമ്മൾ ഇതിനോടകം തന്നെ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ബാക്കി വിശദമായിട്ട് നമ്മൾ കാണുകയും ചെയ്യും. നമ്മൾ യേശുവിനെ ഈ പുസ്തകത്തിൽ ഏറ്റവും ആദ്യം കാണുന്നത് 1ാമത്തെ അധ്യായത്തിൽ തന്നെ. നമ്മൾ യേശുവിനെ എങ്ങനെയാ കാണുന്നത്? ആരായിട്ടാ 1ാമത്തെ അധ്യായത്തിൽ തന്നെ യേശുവിനെ പ്രതിപാദിക്കുന്നത്? സൺ ഓഫ് ഗാഡ്. യെസ്, ദൈവപുത്രൻ. ദൈവപുത്രൻ. ഒത്തിരി പ്രസന്റേഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, 20-ലധികം കാര്യങ്ങൾ 1ാം അധ്യായത്തിൽ നിന്ന് തന്നെ നമുക്ക് യേശുവിനെ പറ്റി പഠിക്കാനുണ്ട്. സ്തോത്രം. 20-ലധികം. അതിലേറ്റവും പ്രധാനമായിട്ട് അവിടെ നമ്മൾ കാണുന്നത് യേശു പുത്രൻ, ദൈവപുത്രൻ എന്ന് വെച്ചാൽ ജീസസ് ഡിവിനിറ്റി, ഓൾസോ ഹിസ് ഹ്യൂമാനിറ്റി, ബോത്ത് ആർ വെരി എക്സ്പ്ലിസിറ്റ്ലി stated and established in this book. യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും വളരെ മനോഹരമായി ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. 1ാം അധ്യായത്തിൽ മുഴുവനും പറയുന്നത് പുത്രൻ, പുത്രൻ, പുത്രൻ. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം, യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയും മഹാപുരോഹിത ശുശ്രൂഷയും ഒക്കെ പ്രതിപാദിക്കുമ്പോൾ യേശു ആരായിരുന്നേ പറ്റൂ? മനുഷ്യനായിരുന്നേ പറ്റൂ. അപ്പോൾ യേശുവിന്റെ ദൈവത്വത്തെയും യേശുവിന്റെ മനുഷ്യത്വത്തെയും വളരെ വ്യക്തതയോടെ വിളംബരം ചെയ്യുന്നൊരു പുസ്തകമാണ് ഈ എബ്രായ ലേഖനം. നമുക്ക് വിശദമായിട്ട് കാണാനുള്ളത് കൊണ്ട് ഒന്നും ഞാൻ വിവരിക്കുന്നുമില്ല. റെഫറൻസുകളും അതിനു വേണ്ടി പ്രത്യേകിച്ച് തരുന്നില്ല. യേശുവിനെ മഹാപുരോഹിതനായിട്ടാണ് പ്രതിപാദിക്കുന്നത്. അത് യേശുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുക. സ്തോത്രം. മനുഷ്യപുത്രൻ എന്ന നിലയിൽ. അങ്ങനെ യേശുവിനെ കുറിച്ച്
നമുക്ക് ഈ പുസ്തകത്തിനകത്ത് വളരെ വിചിത്രമായിട്ട് കാണാൻ സാധിക്കും. അതിന് വിശദമായ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പഠനം നമ്മൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ ഹെഡിങ് മാത്രം പറഞ്ഞ് ഞാനങ്ങ് വിടുന്നതേ ഉള്ളൂ. സ്തോത്രം. അപ്പം യേശുവിനെ കുറിച്ച് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ, ഇന്നലെയും കഴിഞ്ഞ 2 ദിവസങ്ങളിലും പറഞ്ഞ ഒരു കാര്യമാണ്, ജീസസ് ഈസ് സുപ്പീരിയർ. യേശു മറ്റെല്ലാവരെക്കാളും ശ്രേഷ്ഠൻ. ജീസസ് ഈസ് എ സൺ ഓഫ് ഗാഡ്. യേശു ദൈവപുത്രൻ. അസേർട്ടിങ് ഹിസ് ഹ്യൂമാനിറ്റി. യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും വ്യക്തതയോടെ പറയുന്നു. ഹ്യൂമാനിറ്റി. സ്തോത്രം. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഫിഷ്യൻസിയാണ്, യേശു ക്രിസ്തുവിൻ്റെ പര്യാപ്തത. ആ പദങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, അതുകൊണ്ട് വിവരിക്കാതെ അങ്ങ് പോവുക. യേശു ക്രിസ്തു പര്യാപ്തൻ. സ്തോത്രം. യേശു മതി. Then efficiency of Jesus. യേശു ക്രിസ്തുവിനെ കൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ കഴിയും. അവൻ രക്ഷിപ്പാൻ കഴിവുള്ളവനാണ്. He is efficient. So efficiency and sufficiency of Christ to save the entire humanity. മുഴു മനുഷ്യ ജാതിയെയും മനുഷ്യരാശിയെയും രക്ഷിപ്പാൻ യേശു മതിയായവൻ എന്ന പ്രയോഗം നമുക്ക് കാണാം. സ്തോത്രം. അങ്ങനെ യേശു ക്രിസ്തുവിനെ ഈ പുസ്തകം വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞത്, ദിസ് ഗോസ്പൽ ഈസ് കോൾഡ്, ദിസ് ബുക്ക് ഈസ് കോൾഡ് ദ ഫിഫ്ത്ത് ഗോസ്പൽ. ഈ പുസ്തകത്തെ 5-ാം സുവിശേഷം എന്ന് വിളിക്കുവാൻ ഇതാണ് കാരണം. യേശു ക്രിസ്തുവിനെ വളരെ വ്യക്തതയോടെ വരച്ചു കാട്ടിയിരിക്കുകയാണ്. സ്തോത്രം. നമുക്കതിനു വേണ്ടി പുസ്തകമൊക്കെ ഇങ്ങനെ വായിക്കണം. നമുക്ക് ക്രിസ്തുവിനോടുള്ള ആരാധന വർദ്ധിക്കും. യേശു ക്രിസ്തുവിനെ നമുക്ക് കൂടുതൽ അറിയാനായിട്ട് പറ്റും. ഇന്ന് ഞങ്ങളുടെ ചർച്ചിലെ ഒരു ചെറുപ്പക്കാരനായ ഒരു മോൻ എന്നോട് ചോദിച്ചു. ഞങ്ങളുടെ ചർച്ചിലും ഞാൻ നേരത്തെ ഞായറാഴ്ചകളിൽ എബ്രായ ലേഖനവും ഗലാത്യ ലേഖനവും വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിലെ സ്ക്രിപ്ചർ റീഡിങ്ങിന് എല്ലാ ആഴ്ചയും സങ്കീർത്തനം വായിക്കാറില്ല. ഏത് ഭാഗത്തു നിന്നാണോ സന്ദേശം, മെസ്സേജ്, ആ ഭാഗമാണ് വായിക്കുക. കൂടുതലും പുതിയ നിയമമാണ് ഞങ്ങൾ വായിക്കാറുള്ളത്. പഴയ നിയമം വായിക്കാറുണ്ട്, സങ്കീർത്തനം വായിക്കാറുണ്ട്. പഴയ നിയമത്തിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും പ്രസംഗിക്കാറുമുണ്ട്. എന്നാൽ കൂടുതലും ഞങ്ങൾ പുതിയ നിയമമാണ്. ഇപ്പം കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ഗലാത്യ ലേഖനവും എബ്രായ ലേഖനവും മാറി മാറി വായിക്കുകയും അതിൽ നിന്ന് സന്ദേശങ്ങൾ നൽകുകയും ഒക്കെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഗലാത്യ ലേഖനവും എബ്രായ ലേഖനവും പിന്മാറ്റക്കാരായ ക്രിസ്ത്യാനികളെ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി എഴുതിയ ലേഖനങ്ങളാണെന്ന്. അത് വെച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ചർച്ചിലെ മോൻ ചോദിച്ചു, എനിക്കത് മനസ്സിലായില്ല, എന്തുകൊണ്ട് ഗലാത്യർ കർത്താവിൽ നിന്ന് പിന്മാറിപ്പോയി? ഒത്തിരി കാരണങ്ങളുണ്ട്. അതിന് പരിഹാരമായിട്ട് ലേഖകൻ ഈ എബ്രായ ലേഖനത്തിനകത്ത് പറയുന്നു. 3:1, 3:1,
അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ശ്രദ്ധിച്ചു നോക്കുവിൻ. 12-ന്റെ 1-2 നമുക്കറിയാം. 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുക. ലുക്ക് അൺടു ജീസസ്. സ്തോത്രം. 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ശ്രദ്ധിച്ചു നോക്കുക. ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ദൃഷ്ടി മാറുന്നു. നമ്മുടെ ദിശ മാറാനുള്ള കാരണം അതന്നെ. Our direction is diverted when our look is drifted. Our sight is drifted. നമ്മുടെ ദൃഷ്ടികൾ ക്രിസ്തുവിൽ നിന്നും മാറിയാൽ നമ്മുടെ യാത്രയുടെ ദിശയും മാറും. സ്തോത്രം. നമ്മളെ എഴുതുമ്പോൾ മറ്റെവിടെയെങ്കിലും നോക്കിക്കൊണ്ട് പുസ്തകത്തിൽ എഴുതിയാൽ, ബുക്കിൽ എഴുതിയാൽ ലൈൻ തെറ്റാറുണ്ടല്ലോ. ഒത്തിരി പ്രാക്ടീസൊക്കെ ഉള്ള ചിലർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ബില്ലിലൊക്കെ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാനൊക്കെ പോകുന്ന സമയത്ത് നല്ല പ്രഗത്ഭന്മാരായ ചില എഴുത്തുകാരുണ്ട്. അവർ ബില്ലിൽ നോക്കിക്കൊണ്ട് അവരുടെ രജിസ്റ്ററിൽ നമ്പരും പേരും ഒക്കെ എഴുതാറുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു അല്പസമയത്തേക്കേ ഉള്ളൂ. ഒരാദ്യം തന്നെ പേന വെക്കുന്നിടം നോക്കും, ഇടയ്ക്കൊന്ന് നോക്കും, ബാക്കി അങ്ങ് എഴുതി വിടും. 8-10 ഡിജിറ്റ്സ്, സംഖ്യകൾ എഴുതാൻ വേണ്ടി മാത്രം. അതല്ലാതെ നമ്മൾ മറ്റെവിടെയെങ്കിലും നോക്കിക്കൊണ്ട് എഴുതിയാൽ ചരിഞ്ഞു പോകും. വേറെ എവിടെയെങ്കിലും നോക്കിക്കൊണ്ട് വണ്ടി ഓടിച്ചാൽ, മറ്റെവിടെയെങ്കിലും നോക്കിക്കൊണ്ട് നടന്നു പോയാൽ ഒക്കെ ഉള്ളത് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ ഡിറക്ഷൻ മാറിപ്പോകാനുള്ള കാരണം ഡ്രിഫ്റ്റിംഗ് അവർ ഐസ്. നമ്മുടെ ദൃഷ്ടികൾ ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് പറയുന്നു, സ്തോത്രം, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. നോട്ടം മാറരുത്. അപ്പോൾ യേശുവിനെ കുറിച്ച് നാം അങ്ങനെയാണ് ഈ എബ്രായ ലേഖനത്തിനകത്ത് കാണുന്നത്. ഇനി പെട്ടെന്ന് ഇതിന്റെ വിഭജനം കൂടെ ഒന്ന് പറയാം. റൂഫസ് ഇന്നലെ ഞാൻ അയച്ച ആ ഒരു ഒന്ന് കാണിക്കാമോനെ? ഒരു ചെറിയ ചാർട്ട്, ഒരു കൊച്ചൊരു കോളം, പെട്ടെന്ന് കാര്യം നമുക്ക് മനസ്സിലാക്കാം. തിരികെ റൊട്ടേറ്റ് ഇറ്റ്. നേരെയാക്കിയ മതി. ഓപ്പൺ ബൈബിൾ എന്നൊരു ബൈബിളുണ്ട്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു ബൈബിളാണ്. കമൻട്രി ഒന്നുമില്ല അതിനകത്ത്. ഇതുപോലുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനും ഒക്കെ അതിനകത്ത് കാണും. അപ്പം അതിൻ്റെ ഒരു ചെറിയ പിക്ചറാണ് ഞാൻ കാണിക്കുന്നത്.
യാ, ഇച്ചിരൂടെ വലുതാക്കാമെങ്കിൽ ആക്കിക്കോ. സി, ഏറ്റവും അടിയിൽ നമ്മൾ കാണുന്നുണ്ട് ടൈം, എഴുതപ്പെട്ട സമയം നമ്മൾ ഇന്ന് കണ്ടു. ലൊക്കേഷൻ, എവിടെ നിന്നും എഴുതി എന്നുള്ളത് അതല്ല നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഭജനം താഴെ നാം നോക്കുന്നത് കേട്ടോ. ഫ്രം ദ ബോട്ടം 2 കോളമുകൾ നമ്മൾ കഴിഞ്ഞു. 3-ാമത്തെ കോളം ടോപ്പിക്. ദ കീ, what you say, classification, it is divided into 2 chapters, 1 to 10. It is doctrinal, and then especially from chapter 12 it is practical. 1 തൊട്ട് 10 വരെയുള്ള, പ്രധാനമായും നമുക്ക് ഈ പുസ്തകത്തെ 2ആയിട്ട് തരംതിരിക്കാം. അതിൽ 1-ാമത്തെ വിഭജനം 1 തൊട്ട് 10 വരെയുള്ള അധ്യായങ്ങളാണ്. അവിടെ ഉപദേശപരമായ കാര്യം, വിശ്വാസ സംബന്ധമായത് അല്ലെങ്കിൽ സൈദ്ധാന്തികമായതാണ് നാം കാണുന്നത്. 2-ാമത്തേത് പ്രത്യേകിച്ച് 12 മുതൽക്കുള്ള അധ്യായങ്ങൾ, അത് പ്രായോഗികമായ ഉപദേശങ്ങളാണ്. ഹൗ ടു ലീവ് എ ക്രിസ്ത്യൻ ലൈഫ്. പിന്നെ 1 തൊട്ട് 4 വരെയുള്ള അധ്യായങ്ങൾ, അവിടെ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ആളത്വമാണ് വിഷയം. അവിടെ ദ മാജസ്റ്റി ഓഫ് ക്രൈസ്റ്റ് ഈസ് മാനിഫെസ്റ്റഡ്. യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് അവിടെ പറയുന്നത്. ഇത് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നിങ്ങളിപ്പം ഇരുന്ന് കോളം ഉണ്ടാക്കാൻ പ്രയാസപ്പെടേണ്ട, ഞാൻ ഗ്രൂപ്പിൽ ഇടായത്. ഇപ്പൊ അത് കാണിച്ചോ മോനെ? ഇപ്പൊ മാറ്റണ്ട, എൻ്റെ കയ്യിലുണ്ടെങ്കിലും. റൂഫസ്, നാല് മുതൽക്ക്, പ്രത്യേകിച്ച് 4-ാം അധ്യായത്തിന്റെ 14 മുതൽക്ക് 9-ാം അധ്യായത്തിന്റെ അവസാനം വരെ നമ്മൾ കാണുന്നത് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ് ആണ്, ദ മിനിസ്ട്രി ഓഫ് ജീസസ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ജീസസ്. അപ്പം ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെ പറ്റി പറയുമ്പോൾ 2 കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്. 1 പേഴ്സൺ ഓഫ് ക്രൈസ്റ്റും, 2 വർക്ക് ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ ആളത്വവും, 2 യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി, ശുശ്രൂഷയും. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് പരസ്യ ശുശ്രൂഷയെ കുറിച്ചല്ല. 3 അല്ലെ 3.5 വർഷം യേശു ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചല്ല അവിടെ വർക്ക് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദാറ്റ് ഇസ് അബൌട്ട് ദ റിഡംറ്റീവ് വർക്ക് ഓർ ദ ഫിനിഷ്ഡ് റിഡംറ്റീവ് വർക്ക് ഓഫ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ നിവർത്തിക്കപ്പെട്ട രക്ഷണ്യ പ്രവൃത്തിയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ 1-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വരെ നമുക്ക് യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ, യേശുക്രിസ്തുവിന്റെ
ആളത്വത്തിന്റെ മഹത്വത്തെ പറ്റി കാണാം. 4:14 മുതൽക്ക് 10-ാം അധ്യായം വരെ, അല്ലെങ്കിൽ 9-ന്റെ അവസാനം വരെ, അതും അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നതനുസരിച്ച് 10:18 വരെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയുടെ ശ്രേഷ്ഠതയാണ്. സ്തോത്രം. പിന്നെ അതിനുശേഷം നമ്മൾ കാണുന്നത് പ്രായോഗികതയാണെന്ന് പറഞ്ഞല്ലോ. മിനിസ്ട്രീസ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിനായി നാം ചെയ്യുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്നുള്ളതാണ് അവസാനത്തെ ഭാഗത്തിൽ നാം കാണുന്നത്. ഇനിയും അവിടെ ഏറ്റവും ചെറിയ ഡിവിഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി ഓവർ ദ പ്രോഫറ്റ്സ്. 1 തൊട്ട് 4 വരെ യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ളതാണ്. 1:4 മുതൽ 2-ന്റെ അവസാനം വരെ നാം കാണുന്നത് ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി ഓവർ ഏഞ്ചൽസ്, ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠൻ. 3:1 തൊട്ട് 4:13 വരെ കാണുന്നത് മോശയേക്കാൾ യേശു ശ്രേഷ്ഠൻ. അടുത്ത ഭാഗം കർത്താവിന്റെ ശുശ്രൂഷയെക്കുറിച്ച്. അതിൽ 4:14 തൊട്ട് 7-ന്റെ അവസാനം വരെ നാം കാണുന്നത് യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായ പുരോഹിത ശുശ്രൂഷയെക്കുറിച്ച്, പ്രീസ്റ്റ്ഹുഡ്, പൗരോഹിത്യത്തെക്കുറിച്ച്. 8-ാം അധ്യായം മുഴുവനും 8:1 തൊട്ട് അവസാനം വരെ പുതിയ നിയമത്തിന്റെ ശ്രേഷ്ഠത, സുപ്പീരിയോറിറ്റി ഓഫ് ദ ന്യൂ കവനന്റ്, പുതിയ നിയമത്തിന്റെ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠത. 9:1 തൊട്ട് 10:18 വരെ, 9:1 to 10:18, അവിടം വരെ നമ്മൾ കാണുന്നത് ദ സുപ്പീരിയോറിറ്റി, ദ യുണീക്നെസ് ഓഫ് ദ ഹെവൻലി സാങ്ച്വറി ആൻഡ് ക്രൈസ്റ്റ് സാക്രിഫൈസ്. സ്വർഗീയ കൂടാരത്തിന്റെ, സ്വർഗീയ മന്ദിരത്തിന്റെ ശ്രേഷ്ഠതയും ക്രിസ്തുവിന്റെ യാഗത്തിന്റെ, യേശുവിന്റെ ക്രൂശുമരണത്തിന്റെ ശ്രേഷ്ഠതയുമാണ്. സ്തോത്രം. That means in this letter we can see compare and contrast method. The writer has used a compare and contrast method in writing this letter. ഈ എഴുത്തുകാരൻ എബ്രായ ലേഖനം എഴുതുവാൻ ഉപയോഗിച്ച ശൈലി എന്ന് പറയുന്നത് താരതമ്യപ്പെടുത്തലും വൈപരീത്യങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യേശുവിനെയും പഴയ നിയമ ശ്രേഷ്ഠന്മാരെയും താരതമ്യപ്പെടുത്തിയിട്ട് അവർ തമ്മിലുള്ള വ്യത്യാസം, 2 പൗരോഹിത്യങ്ങളെ തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ട് അതിൻ്റെ വ്യത്യാസം, 2 യാഗങ്ങളെ, 2 ഉടമ്പടികളെ, ഇങ്ങനെ ഇവയെ പലതിനെയും ഇവിടെ ലേഖകൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, താരതമ്യപ്പെടുത്തുന്നു. എന്നിട്ട് തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നും കൂടെ പറയുന്നു. ഇത് ഈ എഴുത്തുകാരൻ്റെ ഒരു പ്രധാന
ശൈലിയായി നമുക്ക് ഈ പുസ്തകത്തിൽ ഉടനീളം കാണാൻ പറ്റും. സ്തോത്രം. പ്രായോഗികമായ തലത്തിലേക്ക് വരുമ്പോഴാണ് 10:19 മുതൽ 11 അവസാനം വരെ നാം കാണുന്നത് വിശ്വാസത്തിന്റെ ഉറപ്പാണ്, അഷ്വറൻസ് ഓഫ് ഫെയ്ത്ത്. 12:1 തൊട്ട് 12-ാം അധ്യായം മുഴുവനും നമ്മൾ കാണുന്നത് എൻഡ്യൂറൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ സ്ഥിരതയെക്കുറിച്ചാണ്. ഏറ്റവും ഒടുവിൽ 13-ാമത്തെ അധ്യായത്തിൽ മുഴുവനും നമ്മൾ കാണുന്നത് എക്സോർട്ടേഷൻ ടു ലവ്, സ്നേഹിക്കാൻ, പ്രായോഗിക സ്നേഹത്തിനായിട്ടുള്ള പ്രബോധനമാണ്. സ്തോത്രം. ഇത്രയും പെട്ടെന്നൊന്ന് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. ഇനി മാറ്റിക്കോ മോനെ. സ്തോത്രം. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഈ ചാർട്ട് നമ്മെ സഹായിച്ചു കാണും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? വ്യക്തമായി കാണുമായിരിക്കുമല്ലോ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇതുവരെ? ചോദ്യം ചോദിക്കാറുള്ളതായിട്ടില്ല അല്ലേ? സ്തോത്രം. ഒന്നുമില്ല. ഉണ്ടോ? ജോച്ചാനന്ദ ചോദിക്കുകയാണോ? ഈ 5-ാമത്തെ സുവിശേഷം എന്താ അങ്ങനെ പറയുന്നത് പാസ്റ്റർ? കാരണം നമ്മൾ ഒരിക്കൽ പറഞ്ഞല്ലോ സുവിശേഷം ഒന്നേ ഉള്ളൂ, നമ്മൾ 4 പുസ്തകങ്ങള്. പക്ഷെ നമ്മൾ ഇപ്പം 4 സുവിശേഷം കഴിഞ്ഞ് 5-ാമത്തെ സുവിശേഷം അങ്ങനെ പറയാമോ? 5-ാമത്തെ സുവിശേഷ ഗ്രന്ഥം പുസ്തകം. അതെ, യേശുക്രിസ്തുവിന് സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തു, ദ പേഴ്സൺ ആൻഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു. ഇപ്പൊ നമ്മൾ പഠിച്ചതുപോലെ യേശുവിന്റെ ആളത്വവും യേശുവിന്റെ പ്രവൃത്തിയും. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ മുഴുവനും യേശുവിനെ കുറിച്ചും യേശുവിന്റെ പരസ്യ ശുശ്രൂഷയെക്കുറിച്ചും പിന്നെ ക്രൂശിലെ രക്ഷണ്യ പ്രവൃത്തികളെ കുറിച്ചുമാണ് പറയുന്നത്. അതുപോലെ തന്നെയോ അതിനേക്കാൾ കൂടുതലായിട്ടോ യേശുക്രിസ്തുവിന്റെ ആളത്വത്തെയും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ രക്ഷണ്യ പ്രവൃത്തിയെയും കുറിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് എബ്രായ ലേഖനം എന്നതുകൊണ്ടാണ് അതിനെ മത്തായി തൊട്ട് യോഹന്നാൻ വരെയുള്ള 4 സുവിശേഷ ഗ്രന്ഥങ്ങളെ കൂടാതെ ഇത് 5-ാമത്തെ സുവിശേഷ ഗ്രന്ഥമെന്ന് വിളിക്കുന്നത്. വ്യക്തമാണോ? അതെ, വ്യക്തം. ഞാൻ സുവിശേഷ പുസ്തകം എന്നുള്ളതിനെ കുറിച്ചാണ് ചോദിച്ചത്. അല്ല, അതെ, സുവിശേഷം ഒന്നേ ഉള്ളൂ. യേശുക്രിസ്തു എന്നൊറ്റ ഒരു വ്യക്തിയേ ഉള്ളൂ. യേശുക്രിസ്തുവിൽ ദൈവം നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയുടെ ചരിത്രമാണ് സുവിശേഷം എന്ന് പറയുന്നത്. 2 തിമോഥെയോസ് 2:8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു എൻ്റെ സുവിശേഷം. ആ ഒറ്റ സുവിശേഷമേ ഉള്ളൂ. 5-ാം സുവിശേഷം എന്ന് പറഞ്ഞത് 4 സുവിശേഷ ഗ്രന്ഥങ്ങളോടൊപ്പം ഇതും കൂടെ വയ്ക്കാം. അങ്ങനെ വരുമ്പം 5-ാമത്തെ പുസ്തകം, ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന, വിവരിക്കുന്ന 5-ാമത്തെ പുസ്തകം. മറ്റെന്തെങ്കിലും? പാസ്റ്റർ, 5-ാം അധ്യായത്തിൽ മൽക്കിസദേക്കിനെ പറ്റി പറയുന്നു. അദ്ദേഹം യേശുവിനേക്കാൾ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും ഉണ്ടോ? ഇല്ല. മൽക്കിസേദേക്കിന്റെ ക്രമപ്രകാരം അദ്ദേഹം യേശുക്രിസ്തുവിന്റെ നിഴലായിട്ട് നിൽക്കുന്നയാളാണ്. മൽക്കിസേദേക്കിന്റെ ക്രമപ്രകാരം എന്നാണ് പറയുന്നത്.
ശരി, മറ്റൊന്നുമില്ലെങ്കിൽ ഇത്ര ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിൽ കർത്താവായി നാഥനായി സ്വീകരിപ്പാനും ലഭിച്ച ഭാഗ്യം എത്ര ശ്രേഷ്ഠമാണ്. ലോകത്തിലെ ധനവാന്മാർക്കും ജ്ഞാനികൾക്കും ബലവാന്മാർക്കും ഒക്കെ മറഞ്ഞിരിക്കുന്ന ഈ സത്യം ദൈവം സാധുക്കളായ നമുക്ക് വെളിപ്പെടുത്തി തന്നു. യേശുവിൽ വിശ്വസിപ്പാൻ ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം. അതിൽ നാം സന്തോഷിച്ച് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കഴിപ്പാൻ, ഈ ക്രിസ്തുവിൽ നിന്നൊരിക്കലും നമ്മുടെ ദൃഷ്ടികൾ മാറിപ്പോകാതെ, നമ്മുടെ ഡിറക്ഷൻ, ദിശ മാറിപ്പോകാതെ, സ്തോത്രം, നമ്മുടെ കർത്താവ് വസിക്കുന്ന ഇടത്ത് എത്തിച്ചേരുവാനുള്ള അഭിവാഞ്ചയോടെ മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.